ശിവക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ എപ്പോഴും നന്ദിയും ഉണ്ടാവാറുണ്ട്. ശിവലിംഗം ശിവപരമാത്മാവിനെ പ്രതീകപ്പെടുത്തുന്നത് പോലെ നന്ദി ജീവാത്മാവിനെ പ്രതീകപ്പെടുത്തുന്നു. മാത്രമല്ല, നന്ദി എന്നത് നിരന്തരമായ കാത്തിരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരമായി ശിവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോഗി നിരന്തരവും അനന്തവുമായ പരമാത്മ അനുഭൂതിക്കായുള്ള ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ് നന്ദിയിൽ പ്രകടമാവുന്നത്. അക്ഷമ ഒരിക്കലും ആത്മീയ അനുഭവങ്ങൾക്ക് വേദി ഒരുക്കുകയില്ല എന്ന് സാരം. നന്ദിയെപ്പോലെ ശിവപരമാത്മാവുമായുള്ള നിരന്തരമായ ധ്യാനത്തിലൂടെ ഒരു യോഗിക്ക് പരമാത്മാവിൽ നിന്നും ഗുണങ്ങളും ശക്തികളും ആർജിക്കുവാൻ സാധിക്കും. സമ്പൂർണ്ണ ഗുണവാനായി ദേവസ്വരൂപം പ്രാപ്തമാക്കുന്ന യോഗിയെയാണ് നന്ദിയിലൂടെ നമുക്ക് ഗ്രഹിക്കേണ്ടത്. നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളിലൂടെ സൂക്ഷ്മമായ പല വിഷയങ്ങളും വ്യക്തമാവുന്നു. പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന നന്ദിയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടാവും. ഒരു കാൽ മാത്രം മുന്നോട്ട് വച്ചുകൊണ്ട് സമ്പൂർണ്ണ ജാഗരണത്തോടുകൂടി ശിവപരമാത്മാവുമായി ഉപവസിക്കുന്ന രൂപം. ധർമ്മത്തിൻ്റെ 1/4 മാത്രമാണ് ഈ കലിയുഗാന്തത്തിൽ നിലനിൽക്കുന്നത്. തത്ഫലമായി ഉണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങളുടെ ദുരിതത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ആത്മജാഗരണത്തോടുകൂടിയ ശിവസ്മൃതി തന്നെയാണ് മാർഗം. ലൗകികമായ വിഷയങ്ങളിൽ നിന്നും അല്പം പിന്മാറി മനസ്സിനെ അന്തർമുഖമാക്കുന്ന വ്രതം. ഈ വ്രതം എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോക്ഷത്തിനും ജീവൻ മുക്തിക്കും വഴി തെളിയിക്കുന്നു. ഓം ശാന്തി.